കഴുകി എടുത്ത പോലെ തോന്നുന്നു. എനിക്ക് ഭയങ്കര വെള്ള കളറായിട്ട് ഇരിക്കണ പോലെ തോന്നുന്നു. ആണോ? നമ്മുടെ കീമ ഞാനത് ബാക്കി ബാലൻസ് വന്നത് അത് കുറച്ച് ഓയിൽ ഒഴിക്കണ്ട്. കുറച്ച് ഇതെങ്ങനെയുണ്ട് കണ്ടിട്ട്? ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇല്ല, ഓഫ് ചെയ്യട്ടെ ഇതേട്ടാ. നല്ല മണം വരുന്നുണ്ടല്ലേ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി ടേസ്റ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് അവിടെ പോയി സെറ്റ് ചെയ്തിട്ട് കഴിക്കാം. പൊറോട്ട മേടിച്ചിട്ടുണ്ട്. കറക്റ്റായ സൂപ്പർ ഉണ്ടല്ലേ? അല്ല ഇത് ഞാന് ഇത് ചെയ്തതാ. ഒന്ന് എന്താ പറയാ, ഇതൊന്നും ഇതാക്കാൻ സവാള ഒന്ന് ഈ ചട്ടി മയക്കാനായിട്ട്. ഇതിന്റെ കാര്യമൊക്കെ ഇപ്പോഴാണ് ഓർത്തത്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു അടിപൊളി സംഭവം ട്രൈ ചെയ്യാൻ വേണ്ടി പോണത് ബീഫ് കീമ ഗ്രീൻ പീസ് കറിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോണത്. പൊറോട്ട, ചപ്പാത്തി അതിന്റെ കൂടെ കഴിക്കാം, ചോറിന്റെ കൂടത്തിലും കഴിക്കാം. നമുക്കപ്പൊ സജഷൻ വന്നതാണ് കേട്ടോ ഈ ഒരു കറി. അടിപൊളിയായിട്ട് തോന്നി. അപ്പൊ ഇന്ന് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ കയ്യിൽ ഇനി കീമയും ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ ഞാൻ കാസ്റ്റ് അയണിന്റെ പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ കഴുകി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് ആളായില്ലേ വെച്ചേക്കണത്. എണ്ണയൊക്കെ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് പുരട്ടി വെച്ചിട്ട് വെറുതെ കുറച്ചൊരു സവാള ഇട്ടിട്ടൊന്നും ഇതാക്കി എടുക്കാം. ഇനി വല്ല ബാഡ് സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കറിയിലേക്ക് വരണ്ടല്ലോ. ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ എന്തോ ചിക്കൻ കറി എന്തോ ഉണ്ടാക്കിയിട്ട് അതിൽ ചെറുതായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായി. മെയിൻറ്റെയിൻ ചെയ്യാൻ പാടൊന്നുമില്ല, എന്നാലും എപ്പോഴും ഉപയോഗിക്കാത്ത അത് തന്നെ, നമ്മൾ എപ്പോഴും എടുക്കണില്ല, മടിയാണ് ഒന്നാമത്തെ കാര്യത്തിൽ. ഇതൊക്കെ തേങ്ങയുടെ മൂട്. അയ്യോ, അതൊരു വഴക്ക് പറയണ പോലെ അല്ലേ തേങ്ങയുടെ മൂട്. നമ്മള് വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ ചെയ്യുന്നോണ്ട് എന്താണ് ഗുണം? അല്ല, ഇതിന്റെ ഉള്ളിൽ ബാഡ് സ്മെൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിട്ടാ. ഇത് ഞാൻ കളയും സവാള. ഞാൻ ഇങ്ങനെയാണ് എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടും ഇത് മയക്കിയത്. മിക്ക ആൾക്കാരും ഇങ്ങനെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാനൊക്കെ കിട്ടുമ്പോഴേ വെറുതെ രണ്ട് ഉള്ളിയാ അല്ലെങ്കിൽ വല്ല ഈ അമ്മ എന്താണെന്നറിയോ ചെയ്യാ, ഈ അച്ചിങ്ങയും ബീൻസ് ഒക്കെ ഒടിക്കുമ്പോ അതിന്റെ നാരും വേസ്റ്റ് അറ്റമൊക്കെ വരില്ലേ, അതൊക്കെ ഇട്ട് വെറുതെ ഇല്ലിട്ട് ഇങ്ങനെ മാറ്റും. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തിട്ടാണ് നമ്മ കാസ്റ്റ് ചെയ്യേണ്ട പാത്രമൊക്കെ അടിപൊളിയാക്കി എടുത്തത്. അപ്പൊ ഞാനും അതുപോലെ തന്നെ കോപ്പി ചെയ്യുന്നു. ഇനി ഇത് വേണ്ടാട്ടത് നമ്മള് കളയുവേ. ഇത്ര നേരം ചെയ്താൽ മതി അല്ലേ? മണം പോയാ? മണം ഉണ്ടായില്ല. ഇതുമായിട്ട് ചെയ്ത് ഇങ്ങനെ പറയണോണ്ട് എനിക്കൊരു പേടി. അന്ന് ഞാനേ മറ്റേ കുറെ എണ്ണയൊക്കെ തടകി വെച്ച്. അത്രയും വേണ്ട, ലൈറ്റായിട്ട്. എനിക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ്. ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് പെട്ടെന്ന്, അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കും നമ്മൾ അങ്ങനെ ഉണക്കാനൊക്കെ വെച്ച്. നമ്മുടെ ഒരു സമാധാനത്തിന്. അല്ലാണ്ട് മയങ്ങിയ പാത്രമാണ്, ഇഷ്ടം പോലെ കറികൾ ഉണ്ടാക്കിയ പാത്രമാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ ഇനി എന്താ വേണ്ടത്? എല്ലാം ആയിട്ടില്ലേ? എന്തൊക്കെയാണ് ഇതിനകത്ത് വേണ്ടത്? അതിനകത്ത് വേണ്ടത് ഗ്രീൻ പീസ്. ഇത് ഫ്രോസൺ അല്ല അല്ലേ ഇതേട്ടാ? ഒന്ന് കുതിർത്തി വെക്കണമായിരുന്നോ വെള്ളത്തില്? വേവോ? ഒന്ന് കടിച്ചു നോക്കട്ടെ. 20 മിനിറ്റിനുള്ളിലൊക്കെ ഇത് റെഡി ആയിക്കോളും. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് എടുത്തത്? ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും മതി. പിന്നെ അതേ നമ്മുടെ കീമ, ഞാനത് ബാക്കി ബാലൻസ് വന്നത് അത് കുറച്ച് ഓയിൽ ഒഴിക്കണ്ട്. കുറച്ച്
അത് നമ്മള് 2-3 കാണുന്നുണ്ടാ ഏലക്കായ കുറച്ചിട്ടാ. പിന്നെ ഇത് പട്ടയല്ല, കറയാമ്പൂ, അത് ഒരു 2-3 മതിയാവും. തീ കുറച്ച് വെക്കട്ട. പിന്നെ ജീരകം, സാധാ ജീരകമാണോ? പെരുംജീരകം. ഇതെല്ലാം അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് എന്താണ് പൊട്ടിയത്? സ്പൈസസ്. ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി ആണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തേക്കണം. എന്തായാലും ഒരു 20 മിനിറ്റിനുള്ളിൽ കറി റെഡിയാവും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അപ്പൊ വേഗം ഇതായി കിട്ടും. ഇത് കുറച്ച് എരിവുള്ള കറി പോലെയാണ് എനിക്ക് തോന്നണത്. ഇതാ ഇങ്ങനെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടാ. ഇതില് പെട്ടെന്നാവും ഈ കാസ്റ്റ് ആയണ്ട പാത്രത്തിൽ. നല്ല മണമുണ്ടല്ലേ? അത് ഈ ജീരകമൊക്കെ വന്നപ്പോഴേ ഒരു ഹിന്ദി ടൈപ്പ്. ഇത് ഭയങ്കര ഫേമസ് കറിയാണ് കേട്ടോ. ഈ കീമ വെച്ചിട്ട് ചെയ്യുന്നത് ഭയങ്കര ഫേമസ് ആണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പിന്നെ അറേബ്യൻ കൺട്രീസ്, അവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആണെന്നാ പറയണത് അവര് വീഡിയോയിൽ കേട്ടാ. അങ്ങനത്തെ ഫേമസ് കറി നമുക്കൊന്ന് ട്രൈ ചെയ്യണ്ടേ. അപ്പൊ ഇത് ആയിട്ടുണ്ട് കേട്ടോ ചെയ്തേട്ടാ. നമ്മള് പൊടികളല്ല ഇട്ട് കൊടുക്കേണ്ടത്, കീമയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതെന്താ ചെയ്തിട്ട് ചോദിക്കാത്തെന്ന് ഓർത്തിരിക്കണ്ടിരുന്നു. ഉറപ്പാണ്. അതെ, അതല്ല ചെയ്തിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈലേ എന്താ പറയാ, ഈ അവര് കീമ കഴുകി എടുത്ത പോലെ തോന്നുന്നു എനിക്ക്. ഭയങ്കര വെള്ള കളറായിട്ട് ഇരിക്കണ പോലെ തോന്നുന്നു. ആണാ? ഇത് ശരിക്കും പഠിച്ചിട്ടല്ലേ ചെയ്യണേ? അതെ, ഞാൻ പഠിച്ചിട്ടാണ് ചെയ്യണം എന്ന് തോന്നണം. ഈ ചിക്കന്റെ കീമയും കഴുകാൻ പാടില്ലേ? ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതില് നോക്കിയ ഇത് നമ്മുടെ എരിവുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ മല്ലിപ്പൊടി. ഇത്ര എന്താ ചേർക്കാൻ പോണത്. പാത്രം എടുത്ത് ഇത് ക്യുമിൻ പൗഡർ ആണ് കേട്ടാ. സ്പൂണില്ലേ, അതാണ് ഇട്ട് കൊടുക്കാണ്ട് പോണത്. ക്യുമിൻ പൗഡർ ആഡ് ചെയ്യാൻ പോണത് കുറച്ച് മതിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര കുത്തലായിരിക്കും. ഇനി ഇതിവിടെ ഇരുന്ന് ആവട്ടെ കേട്ടാ. കേടിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് വിസ്ക് ചെയ്ത് വെക്കാട്ടാ. കൊറേ വേണ്ട, ഇത്തിരി മതി. ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടാ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി വെക്കും വീട്ടില്. ലച്ചുവിന് എപ്പോഴും വേണം, ഓരോ തൈരോ വേണം. ഒന്ന് കട്ടയൊക്കെ ഉണ്ടെങ്കിലേ കണ്ട ഭയങ്കര സോഫ്റ്റ് ആയില്ലേ. ഇനി നമുക്ക് ഈ സമയം നമുക്ക് ഇതിങ്ങനെ ആയി വന്നില്ലേ, അപ്പൊ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട്. കണ്ടോ, കളർ ഒന്നിളക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് കുറച്ചിട്ടാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കേട് കൂടെ ഒഴിച്ചു കൊടുക്കാം. അതാ ചെറുതായിട്ട്, കുറെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടാ. അതും കൂടി ഈ വിസ്ക് ചെയ്തോണ്ടാണ് കണ്ട, അല്ലെങ്കിൽ ഈ തൈര് പിരിപിരാന്ന് കിടക്കും ഇതില്. ആ, ഇത് പറയണില്ലല്ലോ അതില് ചേർത്തേക്കണത്. ഇനി നമുക്ക് എന്താ അടിയണ്ട് പറ, നിങ്ങൾ പറ.
ഇനി മട്ട. ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാം. കീമ ഓൾറെഡി എന്തായാലും ആയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിക്കണം, കാരണം ഇതൊരു ഡ്രൈ കറിയല്ല, കുറച്ച് ചാറ് പോലത്തെ കറിയാണ് കേട്ടാ. ഇതെങ്ങനെയുണ്ട് കണ്ടിട്ട്? ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ലുക്കിൽ അടിപൊളിയാണ്. നമുക്ക് ലേശം ഉപ്പും കൂടെ ഇട്ടു. ഇതിപ്പോ നമ്മൾ ബീഫും ഗ്രീൻ പീസും ഒന്നും ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം. ഈ യൂട്യൂബൊക്കെ വന്നത് കൊണ്ടിട്ടേ നമുക്ക് ഇങ്ങനെ പല പല ഐഡിയാസ് കിട്ടും. അതുപോലെ ഡിഫറെന്റ് ടേസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചു വെക്കണം, 20 മിനിറ്റ്സ് അടച്ചു വെക്കണം. ഈ ഗ്രീൻ പീസ് ഒക്കെ വേവണ്ടേ. ഉപ്പ് നോക്കണേ. ഇതിനി ഇവിടെ കിടന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് സിമ്മിലാക്കിയിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. അടക്കട്ടെ, കുറച്ച് വെച്ചിട്ട് ഗ്യാസ്. മല്ലിയില നമുക്ക് എത്ര ഇഷ്ടമുണ്ടോ അത്ര ഇട്ട് കൊടുക്കാം. ഇവിടെ ചെയ്തതിന് അത്ര ഇഷ്ടമല്ലല്ലോ, പാകത്തിന് ഇട്ടാ മതി. ഈ ഗാർണിഷിങ്ങിനും പിന്നെ അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഇറങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ നമ്മുടെ കറി ടേസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ സമയം എടുക്കും, ഗ്രീൻ പീസ് ഒക്കെ വേവണ്ടേ. കറി തിളക്കണമെന്ന് വീഡിയോ എടുത്തോടെ. എന്താല്ലേ അതിന്റെ ഒരു ഗുമ്മസി, അടിപൊളി. ഒന്ന് ഇളക്കണേ ഉണ്ടായി. ഇനി ഒന്ന് നോക്കാം. ഗ്രീൻ പീസ് ആയാൽ നമ്മുടെ കറിയായി. കാരണം ഓൾറെഡി ഇത് ആയിട്ടിരിക്കണല്ലോ, എന്ത് കീമ ആയിട്ടിരിക്കണല്ലോ. അപ്പൊ നമുക്ക് ഗ്രീൻ പീസ് ആണ് ഒരു ഓട്ട് ബൺ ഔട്ട് പോലെ കിടക്കുന്നത്. ഇത്രയും കൂടി വേവണോ? നമുക്കൊന്നും കൂടെ കറി ഒന്ന് തിക്കായിട്ട് വരുമ്പോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പഴത്തേക്കും ഗ്രീൻ പീസ് ആയിട്ടുണ്ട്. ഇത് പൊടിക്കാണ് ആവാതിരിക്കണ പോലെ തോന്നിയത്. അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഭയങ്കര മണോട്ടാ, ഈ അടുക്കള മൊത്തം ഇതിന്റെ മണമാണ്. പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവര് നല്ല കിട്ടുന്നുണ്ട്. അതെന്താണെന്നറിയോ ചെയ്തിട്ട് ആ വാസന, ഈ സ്പൈസസും ഗ്രാമ്പും പിന്നെ ആ ക്യുമിനും, മനസ്സിലായ അതിന്റെയൊക്കെ പൗഡറിന്റെ ഒക്കെ മണം അടിച്ചിട്ടേ. ഓവർ മസാലയില്ല. പക്ഷെ ഓഫ് ചെയ്യട്ടെ, ഇനി അത് ഓഫ് ചെയ്യാൻ പോവാണേ. മല്ലിയില ഇട്ടില്ല, മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ സമയം മേത്തി ലീഫ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. മേത്തി ലീഫ് ഒന്ന് ഫ്രിഡ്ജിൽ പോയി നോക്കിയിട്ട് വച്ചേക്കാം. എന്താന്ന് പറയുക, ചിലപ്പോ ഇവിടെ കാണും. ഇല്ല, ഓഫ് ചെയ്യട്ടെ ഇതേട്ടാ. നല്ല മണം വരുന്നുണ്ടല്ലേ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോ. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയാട്ടെ അത് എന്തായി എന്നുള്ളത്. അയ്യോ, ഉപ്പൊന്നും നോക്കിയില്ലല്ലോ, കറക്റ്റാണ്. അപ്പൊ നമുക്കിത് സർവിങ് ബൗളിലേക്ക് മാറ്റിയാലോ. ഇത്രേ ഉള്ളൂ അല്ലേ കേട്ടോ. അപ്പം ഇത് തന്നെ ധാരാളം. നല്ല മണോട്ടാ. അതെ, നമ്മുടെ ഗ്രീൻ പീസ് കീമ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചപ്പോ ഞാൻ എന്താ ഉണ്ടാക്കിയതെന്ന്. നമുക്കിനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടി, ഇത് വേണമെന്നില്ല, അങ്ങനെയും ചെയ്യണവരെ വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് ബട്ടർ ഇരിപ്പുണ്ട്, അത് കൂടെ വെച്ചു കൊടുക്കാം. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി ടേസ്റ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് അവിടെ പോയി സെറ്റ് ചെയ്തിട്ട് കഴിക്കാം. പൊറോട്ട മേടിച്ചിട്ടുണ്ട്. കറക്റ്റായ പൊറോട്ട ഇട്ടാട്ട കഴിക്കണം.
അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? മിക്സ് ചെയ്യാല്ലേ ബട്ടറും. കണ്ടിട്ട് നല്ല ടേസ്റ്റ്. ചെയ്തോണ്ട് ഫോൺ എന്ത് എന്റെ ഫോണോട് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് എടുത്തോളൂല്ലേ വീഡിയോ? അത് എല്ലാം കൂടി മിക്സാ. അതെ ഗ്രേവി ഇത്തിരി കുറഞ്ഞു പോയാ. അതെന്താ ഗ്രീൻ പീസ് വേവാൻ വെയിറ്റ് ചെയ്തോണ്ട്. ഈ കറി ഇതും കഴിച്ചാ മതി, വയറ് അറിയും. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഇഷ്ടായ ചൂടോടുകൂടിയാണ് കേട്ടോ കഴിക്കണത്. പൊറോട്ടയ്ക്ക് നമ്മുടെ സാധാരണ പൊറോട്ടയാണ് കേട്ടോ. അപ്പൊ 8 രൂപയുള്ള പൊറോട്ട ഇപ്പൊ 10 രൂപയായി. ഗ്യാസിന്റെ ഒക്കെ വില കൂടിയതുണ്ട് അല്ലേ ചേട്ടാ? പൊറോട്ടയും ഇതും കൂടി ഒരു പിടിപിടിക്കാം. സൂപ്പർ അല്ലേ? അല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ്. നമ്മുടെ കറിയുടെ പോലെ അല്ല. അല്ല അല്ല അല്ല, ഇതൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ട് നല്ലതായിട്ട്. അവരുടെ കറി തന്നെയല്ലേ ഇതേ? നമ്മൾ 2 പ്രാവശ്യം കീമ ഉണ്ടാക്കിയെങ്കിലും ഈ കീമയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ് അല്ലേ? തട്ടുകടലൊക്കെ വന്നു കഴിഞ്ഞാൽ തട്ടുകടക്കാർക്കൊക്കെ ഉണ്ടാക്കാവുന്ന കാര്യം അല്ലത്. ബീഫ് മേടിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചാൽ ഇതുപോലെ ആവും. നമുക്ക് അങ്ങനെ ഒരു ദിവസം ചെയ്യായിരുന്നു. എന്ത് ടേസ്റ്റാ, സൂപ്പർ. ഈ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലേ ചേട്ടാ? ഇന്നത്തെ ഡിന്നർ നമ്മുടെ ഇതാണ് കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവ് എങ്ങനെയുണ്ട് ലച്ചു? എരിവ് പാകത്തിന്. ഇത്ര വേണോ അല്ലേ? ഇതില് 10ല് 10 മാർക്കും കൊടുക്കും. വെറുതെ അല്ലല്ലോ ചെയ്തത് ഈ കറി ഇത്ര ഫേമസ് ആയത്. നമ്മളൊരു പൊറോട്ടയും കുറെ കറിയും കഴിച്ചാൽ വയറ് ഫില്ലായി. അപ്പൊ എല്ലാരും ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് സരംബൈരാഗി വരാം. ബൈ. പിന്നെ നമ്മൾ 2 വെറൈറ്റി പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്കും കൊടുക്കാം കേട്ടാ. കാണാത്തവരുണ്ടെങ്കിൽ കാണണേ.